بسم الله الرحمن الرحيم. قل لن ينفعكم الفرار إن فررتم من الموت أو القتل وإذا لا تمتعون إلا قليلا. قل من ذا الذي يعصمكم من الله إن أراد بكم سوءا أو أراد بكم رحمة ولا يجدون لهم من دون الله وليا ولا نصيرا. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1440 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 33-ാമത്തെ അധ്യായമായ സൂറത്തുൽ അഹ്സാബിലെ 16-17 ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ AI വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل لن ينفعكم الفرار إن فررتم من الموت أو القتل وإذا لا تمتعون إلا قليلا. قل من ذا الذي يعصمكم من الله إن أراد بكم سوءا أو أراد بكم رحمة ولا يجدون لهم من دون الله وليا ولا نصيرا. صدق الله العلي العظيم. സൂറത്തുൽ അഹ്സാബിലെ 16-17 ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. അഹ്സാബ് യുദ്ധവേളയിൽ പ്രതിസന്ധികൾ വളരെ രൂക്ഷമായ ഘട്ടത്തില് യുദ്ധക്കളം വിട്ട് പൊയ്ക്കളയാൻ പല കാരണങ്ങളും തേടി നടന്ന കപടവിശ്വാസികളെ പരാമർശിച്ചുകൊണ്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ വായിച്ച ആയത്തുകളിലും ഇന്നലെ നമ്മൾ ചർച്ച ചെയ്ത ആയത്തുകളിലൊക്കെ ആയിട്ട് ഉള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേതൃത്വം നൽകിക്കൊണ്ട് നടന്ന എല്ലാ യുദ്ധങ്ങളിലും തന്നെ കപടവിശ്വാസികൾ ഇത്തരം നിലപാടുകൾ സ്വീകരിക്കുകയുണ്ടായത് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ഉഹദ് യുദ്ധത്തിലാണ് ഒരുപക്ഷെ ഏറ്റവും പ്രത്യക്ഷമായ രൂപത്തിൽ അവര് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നത്. അതിനെ തുടർന്ന് 2 വർഷങ്ങൾക്ക് ശേഷമാണ് സൂറത്തുൽ അഹ്സാബില് വിശദമായിട്ട് പരാമർശിക്കുന്ന അഹ്സാബ് അഥവാ ഖന്തഖ് യുദ്ധം അരങ്ങേറുന്നത്. അതുപോലെ ബനൂ ഖുറൈള ഗോത്രത്തെ നേരിടുന്ന അവരെ ഉപരോധിച്ചുകൊണ്ടുള്ള നടപടിയൊക്കെ ഉണ്ടാവുന്നത്. ഈ ഘട്ടങ്ങളിലൊക്കെ തന്നെ ഞങ്ങളും വിശ്വാസികളാണ് എന്ന നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും അതുപോലെ മുൻനിരയിലുള്ള വിശ്വാസികളോടും ഒപ്പമായിട്ട് ഈ മദീനക്കാരായ ആളുകൾ എല്ലാ ഒരുക്കങ്ങളും ഒക്കെ ആയിട്ട് പുറപ്പെടും. പക്ഷെ പാതി വഴിയിൽ വെച്ച് അവര് പല കാരണങ്ങളും പറഞ്ഞ് യുദ്ധത്തിൽ പങ്കാളികളാകാതെ പിന്തിരിഞ്ഞു പോവുക എന്നതായിരുന്നു അവരുടെ രീതി. മദീനയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പലായനം ചെയ്തെത്തിയ ആ ഘട്ടത്തില് പല അസംതൃപ്തികളും കാരണമായും ചില താല്പര്യങ്ങള് മുൻനിർത്തിക്കൊണ്ടുമൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും സത്യവിശ്വാസികളോടും ഒപ്പം നിലകൊള്ളാം എന്ന് വെച്ച ആളുകളാണ് ഇവര്. യഥാർത്ഥത്തിൽ അവര് വിശ്വാസം ഉൾക്കൊള്ളുകയോ
അള്ളാഹുവിന്റെ മാർഗത്തിൽ എല്ലാം സമർപ്പിക്കാനും ത്യജിക്കാനും സന്നദ്ധതയുള്ളവരായി മാറിയവരൊന്നുമല്ല. അബ്ദുല്ലാഹിബിനു ഉബൈബിനു സുലൂലിനെ പോലെയുള്ള ആളുകൾ വളരെ പ്രകടമായി തന്നെ അവരുടെ ചില ഇച്ഛാഭംഗങ്ങളെ കൈകാര്യം ചെയ്യാൻ, ചില അധികാര താല്പര്യങ്ങൾ ഒക്കെ ഉണ്ടായിരുന്ന ആളാണ് അബ്ദുല്ലാഹിബിന് ഉബയ്യിബിന് സുലൂൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് എത്തുന്നതിന്റെ തൊട്ടു മുമ്പ് ഔസ് ഗോത്രക്കാരനായിരുന്ന ഈ വ്യക്തിയെ മദീനയിലെ രാജാവായി വാഴിക്കാൻ, അധികാരിയാക്കാനൊക്കെയുള്ള ആലോചന നടന്നുകൊണ്ടിരുന്നതാണ്. അയാളുടെ അത്തരം സ്വപ്നങ്ങളെ തട്ടിത്തെറിപ്പിക്കുന്ന ഒരു അനുഭവമായിട്ട് മാറുകയുണ്ടായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് ഹിജ്റ എത്തിയ ആ സംഭവം. അതോടെ മദീനയിലെ പല കാര്യങ്ങളിലും വളരെ അപ്രതീക്ഷിതമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവുകയാണ്. മദീനയിലെ വിവിധ ഗോത്രങ്ങളുമായും യഹൂദ വിഭാഗങ്ങളുമായിട്ടുമൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു രാഷ്ട്രീയ ഉടമ്പടിയിൽ എത്തുകയും ഒരു കരാറിൽ ഏർപ്പെടുകയും മദീനക്ക് ഒരു ഭരണവ്യവസ്ഥ ഉണ്ടാക്കി കൊണ്ടുവരികയും ചെയ്യണം. തീർത്തും സത്യാധിഷ്ഠിതമായ, നീതിപൂർവകമായ, ധർമാധിഷ്ഠിതമായ ഒരു സാമൂഹ്യ ഉടമ്പടിയാണ് നടപ്പിലാക്കപ്പെട്ടിരുന്നത്. ആ ഘട്ടത്തില് ഏതെങ്കിലും ഒരു പക്ഷം ചേർന്ന് നിൽക്കേണ്ടി വരല് ഇവരെ സംബന്ധിച്ചിടത്തോളം വളരെ അനിവാര്യമായി മാറി എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുക. അവര് പൂർണ്ണമായിട്ടും തഴയപ്പെട്ടു പോവാതിരിക്കാൻ മദീനയിൽ ചില ബാർഗൈനിങ് ഒക്കെ നടത്താൻ പറ്റുന്ന ഒരു സംഘമായിട്ട് നിലകൊള്ളണമെങ്കിൽ ഇപ്പോ ഏതെങ്കിലും ഒരു പക്ഷത്ത് ചേരലേ നിവൃത്തിയുള്ളൂ എന്ന ഒരു അവസ്ഥ ഉണ്ടായപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഞങ്ങളും വിശ്വാസികളാണ് എന്ന അവകാശവാദവുമായിട്ട് അവര് രംഗത്ത് വന്ന് മുസ്ലിങ്ങളാണ് എന്ന് പ്രഖ്യാപിക്കുന്നത്. എന്നാൽ ഇവരുടെ മനസ്സിൽ, ഇവരുടെ ഹൃദയങ്ങളിൽ യഥാർത്ഥത്തിൽ ഈമാൻ ഉൾക്കൊണ്ടിട്ടുണ്ടായിരുന്നില്ല. അവരുടെ ജഡികവും ഭൗതികവും ഒക്കെയായ താല്പര്യങ്ങള് നിരന്തരം അവരെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പക്ഷെ ഇസ്ലാം അതിന്റെ ആ പ്രയാണത്തിന്റെ ഗതിയില് ഈ കപടവിശ്വാസികളെ കാത്തു നിൽക്കുക എന്ന ഒരു പരിപാടി ഏതായാലും സാധ്യമല്ല. ഇസ്ലാമിന് അതിൻ്റെതായ പദ്ധതികളുമായിട്ട് മുന്നോട്ട് പോകേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദൗത്യം നിർവഹിച്ച് പൂർത്തീകരിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട പ്രവാചകനാണ്. അപ്പോ ഇസ്ലാം അതിന്റെ പ്രയാണം തുടരുമ്പോ കപടവിശ്വാസികൾ പലപ്പോഴും അവരുടെ പ്രതിബദ്ധത പരീക്ഷണത്തിന്, ദൈവികമായ പരീക്ഷണത്തിന് വിധേയമാക്കപ്പെടുന്ന ഒരു അനുഭവത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ആ പരീക്ഷണങ്ങളിലൊക്കെ തന്നെ അവസാനം വരെയും മക്ക ഫതഹിന് ശേഷവും ഈ വിഭാഗം വളരെ രൂക്ഷമായ വിധത്തില് ആക്ഷേപിക്കപ്പെടുന്നതും വിമർശിക്കപ്പെടുന്നതും നമുക്ക് വിശുദ്ധ ഖുർആനിൽ കാണാൻ സാധിക്കും. ഇവിടെ പ്രത്യേകമായിട്ട് സഖ്യകക്ഷികള് എല്ലാ ഭാഗത്തു നിന്നുമായിട്ട് മദീനയിലെ മുസ്ലിം സമൂഹത്തെ വളഞ്ഞപ്പോ മുകളിൽ നിന്നും താഴെ നിന്നും ഒക്കെ അവർ ആക്രമിക്കപ്പെടും എന്നൊരവസ്ഥയുണ്ടായി. നാലുപാട് നിന്നും ശത്രുക്കള് അവരുടെ നേരെ മദീനയിലേക്ക് ഇരമ്പിക്കയറിക്കൊണ്ട് അവരെ ഞെരിച്ചു കളയും എന്നൊരു സാഹചര്യം വന്നപ്പോ, അതുപോലെ സുരക്ഷിതമായൊരു വശം എന്ന നിലക്ക് മനസ്സിലാക്കപ്പെട്ടിരുന്ന ബനൂ ഖുറൈളക്കാരുടെ ആവാസ കേന്ദ്രങ്ങളുടെ ആ പ്രദേശങ്ങൾ വളരെ അരക്ഷിതമാണ് എന്ന ഒരു വാർത്ത പ്രചരിക്കുക കൂടി ചെയ്തപ്പോ ബനൂ ഖുറൈള ഗോത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായുള്ള ഉടമ്പടി ലംഘിച്ചുകൊണ്ട് ശത്രുക്കളോടൊപ്പം കൈകോർക്കുകയാണ് എന്നൊരു സാഹചര്യം വെളിപ്പെട്ടു വന്നപ്പോ അതൊരു അവസരമായി കണ്ടുകൊണ്ട് ഈ കപടവിശ്വാസികളും അതേപോലെ തന്നെ വിശ്വാസ ദൗർബല്യത്തിന്റെയോ ചാഞ്ചല്യത്തിന്റെയോ ഒക്കെ രോഗബാധയുള്ള,
മനസ്സിനെ അത്തരം രോഗം കീഴടക്കിയിട്ടുള്ള തരം ആളുകൾ അവരും പല കാരണങ്ങളും പറഞ്ഞുകൊണ്ട് യുദ്ധരംഗം വിട്ടു പൊയ്ക്കളയാൻ അവസരമായിട്ട് കാണുകയാണ് ആ ഒരു സാഹചര്യത്തെ. എന്നാൽ ഇവരുടെ യഥാർത്ഥ പ്രകൃതം എന്താണ് എന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ച ആയത്തുകളിലായിട്ട് അല്ലാഹു വെളിപ്പെടുത്തുകയുണ്ടായി. ഇവര് പറഞ്ഞത് ഒന്നാമതായി പറഞ്ഞിരുന്നത് ഞങ്ങളുടെ ഭവനങ്ങൾ, ഞങ്ങളുടെ കുടുംബങ്ങളൊക്കെ വളരെ അരക്ഷിതരാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് അവരുടെ സംരക്ഷണത്തിന് വേണ്ടി പോകാൻ ഞങ്ങൾ അനുവദിക്കണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ അവർ വന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. അതവര് വെറും എക്സ്ക്യൂസ് പറയുക മാത്രമായിരുന്നു. യഥാർത്ഥത്തിൽ അവരുടെ ഭവനങ്ങള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അനുയായികളുടെയും വീടുകളും കുടുംബങ്ങളും ഉള്ള അവസ്ഥയിൽ നിന്ന് കൂടുതലായിട്ടൊന്നും അരക്ഷിതമായിരുന്നില്ല. അവരൊക്കെ തന്നെ എന്താവസ്ഥയിലാണോ ഉള്ളത് ആ അവസ്ഥയിലൊക്കെ തന്നെ ഇവരും ഉണ്ടായിരുന്നുള്ളൂ എന്നതാണ് വസ്തുത. എന്നാൽ ഇവരുടെ മനോഗതം യഥാർത്ഥത്തില് അതിനേക്കാൾ കടുപ്പമുള്ള ഒരു വിശ്വാസരാഹിത്യത്തിൻ്റെതും കാപട്യത്തിൻ്റെതുമായിരുന്നു എന്നതാണ് തുടർന്ന് അള്ളാഹു വ്യക്തമാക്കുകയുണ്ടായത്. ഇങ്ങനെയൊന്നുമല്ല ഉണ്ടായത്, മറിച്ച് സഖ്യകക്ഷികള് മദീനയിലേക്ക് നാലുപാട് നിന്നുമായി ഇരമ്പിക്കയറി എന്ന് തന്നെ വെക്കുക. ഇപ്പോഴുള്ള അവസ്ഥയല്ല, മറിച്ചുള്ള ഒരു സാഹചര്യം ഉണ്ടായി. മദീനയിലേക്ക് അവര് ഇരമ്പിക്കയറി. എന്നിട്ട് ഇങ്ങനെ ഇടഞ്ഞു നിൽക്കാനോ അല്ലെങ്കിൽ അപസ്വരങ്ങൾ സൃഷ്ടിക്കാനോ ഒക്കെ സാധ്യതയുള്ള ആളുകളെ ലക്ഷ്യം വെച്ചുകൊണ്ട് അവര് പറയുകയാണ്, നിങ്ങൾ കലാപത്തിന് ഇറങ്ങിക്കോളൂ, മുഹമ്മദിനും കൂട്ടർക്കും എതിരിൽ നിങ്ങൾ കലാപം ചെയ്യൂ, കുഴപ്പമുണ്ടാക്കൂ, ഫിത്ന ഉണ്ടാക്കൂ എന്ന് അവരോട് പറയപ്പെട്ടിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അവരതിന് മുതിരുമായിരുന്നു എന്നാണ് അള്ളാഹു ഇവിടെ വെളിപ്പെടുത്തുന്നത്. അവരതിൽ നിന്ന് വളരെ പരിമിതമായ നിലക്കല്ലാതെ പിന്തിരിപ്പിക്കാൻ സാധിക്കുമായിരുന്നില്ല. അവരുടെ മനോഘടന അനുസരിച്ച് അവരതിന് വൈമുഖ്യം അല്ലെ വൈമനസ്യം കാണിക്കുക എന്നത് വളരെ റിമോട്ടായ സാധ്യത മാത്രമായിരുന്നു എന്നതാണ് യഥാർത്ഥത്തിലുള്ള വസ്തുത. അപ്പൊ ഇപ്പോഴായിട്ട് അവർക്കൊരു അവസരം വീണ് കിട്ടിയ പോലെയല്ല, യഥാർത്ഥത്തിൽ തന്നെ ശത്രുക്കൾ മദീനയിലേക്ക് ഇരമ്പിക്കയറി അവരെ നേരിടാൻ വേണ്ടി വന്നിരുന്നെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എതിരിൽ കലാപം ഉണ്ടാക്കാനും കുഴപ്പമുണ്ടാക്കാനും ഒക്കെ അവരോട് ശത്രുക്കൾ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നെങ്കിൽ അവർ അതിനും മുതിരുമായിരുന്നു എന്നാണ് ഇവരുടെ യഥാർത്ഥ മനോനില അറിയുന്ന പടച്ച തമ്പുരാൻ വെളിപ്പെടുത്തുകയുണ്ടായത്. അതിനെ തുടർന്നാണ് അള്ളാഹു ചില കാര്യങ്ങൾ പൊതുവായിട്ട് ഓർമ്മപ്പെടുത്തുന്നത്. ഇക്കൂട്ടര് നേരത്തെ അള്ളാഹുവുമായിട്ട് ഒരു ഉടമ്പടിയൊക്കെ ചെയ്തവരാണ്. ഉഹദ് യുദ്ധത്തിൽ ഇതുപോലെയുള്ള വളരെ പ്രതിഷേധാർഹമായ നിലപാട് സ്വീകരിച്ച ആളുകളായിരുന്നു ഇവർ. അള്ളാഹുവിനെയും അവന്റെ ദൂതനെയും ധിക്കരിച്ചുകൊണ്ട് വിശ്വാസമില്ലാത്ത എല്ലാ സ്വഭാവവും പ്രകടിപ്പിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സംഘത്തെയും ഒറ്റപ്പെടുത്തിക്കൊണ്ട് പോവാൻ മുതിർന്ന ആളുകളാണ് ഇവർ. ഉഹദ് യുദ്ധത്തില് അവര് പാതി വഴിയിൽ വെച്ച് പല പ്രശ്നങ്ങളും പറഞ്ഞുകൊണ്ട് പിന്തിരിഞ്ഞു പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ആ ഘട്ടത്തില് ദൈവിക ശാസനകളുടെ പശ്ചാത്തലത്തിൽ അവര് അള്ളാഹുവിനോട് ഉടമ്പടി ചെയ്തിട്ടുണ്ട്. ഇനി ഒരിക്കലും തന്നെ ഞങ്ങള് ലാ യുവല്ലൂനൽ അദ്ബാർ, ഞങ്ങൾ അവരൊരിക്കലും തന്നെ പിന്തിരിഞ്ഞോടുകയില്ല എന്ന് കരാറ് ചെയ്ത ആളുകളാണ്. അള്ളാഹുവിനോട് ചെയ്ത കരാറ് തീർച്ചയായിട്ടും വിചാരണക്ക് വിധേയമാക്കപ്പെടുന്നതാണ് എന്നുകൂടി അള്ളാഹു അവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതിനെ തുടർന്നാണ് ഇന്ന് ഞാൻ നിങ്ങളെ എത്തിച്ച 2 ആയത്തുകൾ വരുന്നത്. അത് നേരത്തെ പറഞ്ഞതിന്റെ തുടർച്ചയായിട്ട് അള്ളാഹു ഇവരെ പൊതുവായിട്ട് കേൾപ്പിക്കുകയാണ്. പ്രവാചകരെ പറയുക, ഖുൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ആയത്ത് തുടങ്ങുന്നത്. ഖുൽ, പ്രവാചകരെ പറയുക, അവരോടായിട്ട് പറയുക, ഈ ജനങ്ങളോട് പിന്തിരിഞ്ഞു പോകാൻ ഈ മുടന്തൻ ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് യുദ്ധക്കളം വിട്ടു പോകാൻ മുതിരുന്ന ഈ ആളുകളോട് പറയുക, ലൻ യൻഫഅകുമുൽ ഫിറാറു ഇൻ ഫറർതും മിനൽ മൗതി അബിൽ ഖത്ൽ, നിങ്ങൾക്ക് ഒരു നിലക്കും ഒരു കാരണവശാലും ഈ പിന്തിരിഞ്ഞ ഓട്ടം ഉപകരിക്കുകയില്ല. നിങ്ങളൊരു പക്ഷേ
മരണത്തിൽ നിന്ന് അല്ലെങ്കിൽ വധിക്കപ്പെടുന്നതിൽ നിന്ന് ആണ് പിന്തിരിഞ്ഞോടുന്നുണ്ടാവുക. പക്ഷെ അത് നിങ്ങൾക്ക് പ്രയോജനപ്പെടും. നിങ്ങൾ വധിക്കപ്പെടാൻ പോകുന്നു, അല്ലെങ്കിൽ നിങ്ങൾ മരണത്തെ അഭിമുഖീകരിക്കാൻ പോകുന്നു എന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത് അല്ലാഹു അറിയാതെയല്ല. നിങ്ങളെ സൃഷ്ടിച്ച നിങ്ങളുടെ റബ്ബ് തന്നെയാണ് നിങ്ങളുടെ മരണത്തിന്റെയും കാര്യത്തിന് മേൽനോട്ടം വഹിക്കുന്നത്. അവന്റെ അനുമതി ഇല്ലാതെ, അവന്റെ നിശ്ചയമില്ലാതെ, തീരുമാനമില്ലാതെ നിങ്ങൾ ആരും മരിക്കാൻ പോകുന്നില്ല. നിങ്ങൾ ജനിച്ചത് അവന്റെ തീരുമാനപ്രകാരമാണ്, മരിക്കുന്നതും അങ്ങനെ തന്നെയാണ്. ഇനി നിങ്ങള് മരണഭയം കാരണമായി കൊല്ലപ്പെടുന്ന ഭയപ്പെട്ടുകൊണ്ട്, അല്ലെങ്കിൽ മരിക്കേണ്ടി വരും എന്ന ഭീതി കാരണമായിട്ട് നിങ്ങൾ പിന്തിരിഞ്ഞ് ഓടുകയാണ് എന്ന് വെക്കുക, യുദ്ധക്കളം വിട്ട് ഓടുകയാണ് എന്ന് വെക്കുക. അതുകൊണ്ട് നിങ്ങൾക്ക് വല്ല പ്രയോജനം ഉണ്ടാവുമോ? ഒരിക്കലും തന്നെ അത് നിങ്ങൾക്ക് പ്രയോജനപ്പെടുകയില്ല എന്നാണ് അള്ളാഹു പറയുന്നത്. ഖുൽ, പ്രവാചകരെ അവരോടായിട്ട് പറയുക, ലൻ യൻഫഅകുമുൽ ഫിറാറു, നിങ്ങൾക്ക് ഈ യുദ്ധക്കളം വിട്ട് പിന്തിരിഞ്ഞ് ഓടിപ്പോയി കളയുക എന്ന കാര്യം, ഫിറാർ എന്ന് പറഞ്ഞ അതാണ്, ഈ ബാറ്റിൽ ഗ്രൗണ്ടിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടിപ്പോവുക എന്നതാണ്. എന്ന് പറഞ്ഞാൽ യുദ്ധത്തിൽ പോരാട്ടം നടത്താൻ ഉദ്ദേശിക്കാതെ, അല്ലെങ്കിൽ അതിന് സന്നദ്ധാവാതെ പിന്തിരിഞ്ഞ് ഓടിപ്പോയി കളയുന്നതിനാണ് ഫിറാർ എന്ന് പറയും. ഇംഗ്ലീഷിൽ ഫ്ലൈറ്റ് എന്ന് പറയും. ഫ്ലീ ചെയ്യുക എന്ന്, അതിന്റെ നൗൺ ഫോം ഫ്ലൈറ്റ് എന്നാണ്. ഫ്ലൈറ്റ് ഫ്രം ദ ബാറ്റിൽ ഗ്രൗണ്ട് എന്നുള്ള. അപ്പൊ ആ വിധത്തില് ശത്രുക്കളെ ഭയന്ന്, അവരുടെ ആക്രമണത്തെ ഭയന്ന് യുദ്ധക്കളം വിട്ട് ഓടിപ്പോകാൻ, പിന്തിരിഞ്ഞോടാൻ നിങ്ങൾ ഇപ്പൊ മുതിർന്നത് കൊണ്ട് നിങ്ങൾക്ക് അതിൽ എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ? അതൊന്ന് ആലോചിച്ചു നോക്ക്. അതിന്റെ കേവലം ഭൗതികമായ നേട്ടം മാത്രം വെച്ചുകൊണ്ട് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ലൻ യൻഫഅകുമുൽ ഫിറാറു, ഒരിക്കലും തന്നെ ഈ പിന്തിരിഞ്ഞോടൽ നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുകയില്ല. ഇം ഫറർത്തും, പിന്തിരിഞ്ഞോടുക എന്നതാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് അത് പ്രയോജനം ചെയ്യില്ല. മിനൽ മൗത്തി അബിൽ ഖത്ൽ, നിങ്ങൾ മരണത്തിൽ നിന്ന് അല്ലെങ്കിൽ വധിക്കപ്പെടുന്നതിൽ നിന്ന് പിന്തിരിഞ്ഞോടുകയാണ്, രക്ഷപ്പെട്ടു ഓടുകയാണ് എങ്കിൽ അത് നിങ്ങൾക്ക് ഒരു നിലക്കും പ്രയോജനപ്പെടുകയില്ല. കാരണം എന്താണ്? വൈദൻ ലാ തുമത്തഊന ഇല്ലാ ഖലീല, അതിനുശേഷം നിങ്ങൾ സുഖാനന്ദങ്ങളിലായിട്ടുള്ള നിങ്ങളുടെ ഈ ജീവിതം ഉണ്ടല്ലോ, വളരെ കുറച്ച് മാത്രമേ നിങ്ങൾ അനുഭവിക്കുകയുള്ളൂ. അള്ളാഹു നിങ്ങളുടെ ആയുസ്സിന് ഒരു അജല് വെച്ചിട്ടുണ്ട്, ഒരു അവധി വെച്ചിട്ടുണ്ട്. ആ അവധി നിശ്ചയിക്കപ്പെട്ട സമയത്ത് വന്നു ചേരും. അത് തീർച്ചയായിട്ടും നിങ്ങളുടെ കാര്യത്തിൽ നടപ്പിലാവുകയും ചെയ്യും. നിങ്ങൾ യുദ്ധക്കളം വിട്ട് രക്ഷപ്പെട്ട് ഓടി എന്ന് കരുതിയിട്ട് അത് നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുകയില്ല. ആയുസ്സിന് നിങ്ങൾക്ക് ദൈർഘ്യം ലഭിക്കാൻ പോകുന്നില്ല. നിങ്ങൾ യുദ്ധക്കളത്തിൽ ധീരമായിട്ട് അള്ളാഹുവിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് പോരാടിയെങ്കിൽ നിങ്ങൾക്ക് ഒരുപക്ഷെ അതിന്റെ ഫലം ഉണ്ടാവും. പിന്തിരിഞ്ഞ് ഓടുകയാണ് എങ്കിൽ അതുകൊണ്ട് നിങ്ങളുടെ ആയുസ്സിന് ദൈർഘ്യം കൂടുന്നില്ല, നിങ്ങളുടെ ജീവൻ രക്ഷപ്പെടുത്താനും നിങ്ങൾക്ക് സാധിക്കുകയില്ല. നിങ്ങൾക്കത് പ്രയോജനപ്പെടുകയില്ല. ഇത് കൂടുതൽ ജീവിച്ചു കളയാം, ജീവിതത്തിന്റെ സുഖാനന്തരങ്ങൾ അനുഭവിക്കാം എന്നതൊക്കെയാണല്ലോ നിങ്ങളുടെ മനസ്സിലിരിപ്പ്. എന്നാൽ അതിനെ തുടർന്ന് വൈദൻ ലാ തുമത്തഊന ഇല്ലാ ഖലീല, വളരെ പരിമിതമായിട്ടല്ലാതെ നിങ്ങൾക്ക് ജീവിതത്തിന്റെ സുഖാനന്ദങ്ങൾ തുടർന്ന് അനുഭവിക്കാൻ സാധിക്കുകയില്ല. എന്നിട്ട് അള്ളാഹു വീണ്ടും പറയുകയാണ്, ഖുൽ, പ്രവാചകരെ അവരോട് ഇങ്ങനെ ഒരു കാര്യം ചോദിക്കും, മൻ ദല്ലദീ യഅസിമുകും മിനല്ലാഹ്, ആരാണ് നിങ്ങളെ അള്ളാഹുവിൽ നിന്ന് പ്രതിരോധിച്ചു നിർത്താനായിട്ടുള്ളത്? അള്ളാഹു നിങ്ങളുടെ മരണം നിശ്ചയിച്ചു, നിങ്ങൾ ഏത് വിധത്തിലും മരിക്കണമെന്ന് തീരുമാനിച്ചു എങ്കിൽ അത് നടപ്പിലാക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ പദ്ധതി ആവിഷ്കരിക്കപ്പെടുമ്പോ ആര് തടയും നിങ്ങളെ? മൻ ദല്ലദീ യഅസിമുകും മിനല്ലാഹ് ഇൻ അറാദ ബികും സൂഅ, അവന് നിങ്ങൾക്കൊരു ദ്രോഹകരമായതാണ്
ഉദ്ദേശിച്ചിട്ടുള്ളത് എങ്കിൽ, ഔ അറാദബിക്കും റഹ്മ, അതല്ലെങ്കിൽ നിങ്ങളെ അവന്റെ കാരുണ്യം കൊണ്ട് പൊതിയാനാണ് അവൻ ഉദ്ദേശിച്ചിട്ടുള്ളതെങ്കിൽ, ആരാണ് അതിൽ നിന്ന് തടയാൻ സാധിക്കുക? ആർക്കാണ് നിങ്ങളെ അതിൽ നിന്ന് തടഞ്ഞു നിർത്താൻ സാധിക്കുക? അള്ളാഹു ഒരു ആണ്, ഒരു ദ്രോഹകരമായ ഒരു കാര്യമാണ് നിങ്ങളുടെ കാര്യത്തിൽ ഉദ്ദേശിച്ചതെങ്കിൽ അത് സംഭവിക്കുന്നതിൽ നിന്ന് നിങ്ങളെ തടയാൻ ആർക്ക് സാധിക്കും? അതല്ല, അള്ളാഹു നിങ്ങൾക്ക് അവന്റെ റഹ്മത്ത് നൽകാനാണ്, കാരുണ്യം നൽകാനാണ്, നിങ്ങളെ അനുഗ്രഹിക്കാനാണ് ഉദ്ദേശിച്ചെങ്കിൽ അതും ആർക്കാണ് തടയാൻ സാധിക്കുക? വലാ യജിദൂന ലഹും മിൻ ദൂനില്ലാഹി വലിയ്യം വലാ നസീറ. അള്ളാഹുവിൽ നിന്ന് നിങ്ങളെ തടയുന്നതിനായിട്ട്, നിങ്ങളെ പ്രതിരോധിക്കുന്നതിനായിട്ട് ഒരു രക്ഷകനെയോ സഹായിയെയോ കണ്ടെത്താൻ നിങ്ങൾക്ക് സാധ്യമല്ല. അള്ളാഹു ആസൂത്രണം ചെയ്ത അവന്റെ പദ്ധതികള് അവന്റെ നിശ്ചയപ്രകാരം തീർച്ചയായിട്ടും നടക്കും. നിങ്ങളെ ആ പദ്ധതികളിൽ നിന്ന്, അള്ളാഹുവിന്റെ തീരുമാനങ്ങളിൽ നിന്ന് പ്രതിരോധിക്കുക, അല്ലെങ്കിൽ അതിൽ നിന്ന് തടഞ്ഞു നിർത്തുക, അത് നിങ്ങളിൽ നിന്ന് തട്ടി മാറ്റുക എന്നതൊന്നും തന്നെ ആർക്കും ചെയ്യാൻ കഴിയുന്ന കാര്യമല്ല. വലാ യജിദൂന ലഹും മിൻ ദൂനില്ലാഹി വലിയ്യം വലാ നസീറ. ഒരു വലിയന് അല്ലെങ്കിൽ ഒരു നസീറിന്, വലിയ എന്ന് പറഞ്ഞാൽ രക്ഷ നൽകുന്നവൻ, സംരക്ഷണം നൽകുന്നവൻ, രക്ഷാധികാരി അല്ലെങ്കിൽ ആത്മമിത്രം എന്നൊക്കെ പറയാം. അതുപോലെ നസീർ, സഹായി. അപ്പൊ അള്ളാഹുവിന്റെ നടപടിക്രമങ്ങളിൽ നിന്ന് നിങ്ങളെ പ്രതിരോധിക്കുന്ന ഒരു സംരക്ഷകനോ അല്ലെങ്കിൽ ഒരു സഹായിയോ ഒരിക്കലും തന്നെ നിങ്ങൾക്കുണ്ടാവില്ല. അത് ഒരാൾക്കും തന്നെ സാധ്യമല്ല അങ്ങനെ ഉണ്ടാവുക എന്നുള്ളത്. അള്ളാഹുവിന്റെ നടപടിക്രമങ്ങൾ എന്ന് പറയുന്നത് നിശ്ചിതമാണ്. അത് അവന്റെ നിശ്ചയപ്രകാരം നടക്കുക തന്നെ ചെയ്യും. അപ്പൊ നിങ്ങള് മരണഭയം കാരണമായി, കൊല്ലപ്പെടും എന്ന ഭീതി കാരണമായി നിങ്ങൾ യുദ്ധക്കളത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടുക എന്നത് അത്ര ബുദ്ധിപൂർവകമായ ഒരു കാര്യമാണ് എന്ന് നിങ്ങൾ കരുതേണ്ടതില്ല. കാരണം നിങ്ങൾ ഒരു വിധിയിൽ നിന്ന് പിന്തിരിഞ്ഞോടി അള്ളാഹുവിന്റെ മറ്റൊരു വിധിയിലേക്ക് നിങ്ങൾ ചെന്ന് ചാടുകയാണ് ചെയ്യുക. എപ്പോഴും അങ്ങനെയാണ്. അത് ഒരു ചെറിയൊരു തമാശ അടങ്ങിയിട്ടുള്ള ഒരു സംഭവം പറഞ്ഞാൽ, അങ്ങാടിയിൽ വലിയ കോലാഹലവും അടിപിടിയും പോലീസ് വെടിവെപ്പും ഒക്കെ നടക്കുന്ന കണ്ട് പേടിച്ചോടിയ ഒരാള് പോകുന്ന വഴിയിൽ തെങ്ങ് വീണ് മരിച്ചു എന്ന് പറയുന്ന പോലെ. അപ്പൊ ഒരാളുടെ മരണം അള്ളാഹു നിശ്ചയിച്ച സംഗതി, അത് ആവശ്യമായ രംഗത്ത് കാണിക്കേണ്ട ധൈര്യവും ആർജവവും ഒക്കെ കാണിച്ച് അതിനെ നേരിടുക, സാഹചര്യങ്ങളെ നേരിടുക എന്നത് ചെയ്യുന്നതിന് പകരം പിന്തിരിഞ്ഞോടുകയോ വിരണ്ടോടുകയോ പേടിച്ചോടുകയോ ചെയ്തത് കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവൻ സംരക്ഷിക്കാൻ സാധിക്കുകയില്ല എന്നാണ് അള്ളാഹു പറയുന്നത്. എന്നിട്ട് നിങ്ങൾക്ക് ആയുസ്സിന് ദൈർഘ്യം കിട്ടി എന്ന വിധത്തില് നിങ്ങൾക്ക് കൂടുതൽ സമയം അല്ലെങ്കിൽ കൂടുതൽ കാലം ജീവിതത്തിന്റെ സുഖാനന്ദങ്ങൾ അനുഭവിക്കാൻ കഴിയും എന്ന് നിങ്ങൾ സങ്കല്പിക്കേണ്ട. അത് അള്ളാഹു നിശ്ചയിച്ച ക്രമത്തിലേ നടക്കൂ. യുദ്ധക്കളത്തിൽ നിങ്ങൾ അടരാടി എന്നത് കൊണ്ട് നിങ്ങൾ കൊല്ലപ്പെടുകയൊന്നുമില്ല. നിങ്ങളുടെ സമയം എത്തിയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് നിശ്ചയിച്ച അജല് എത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും യുദ്ധക്കളത്തിലാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ വെളിയിലാണെങ്കിൽ ആ വിധത്തില് നിങ്ങളുടെ ഒടുക്കം സംഭവിച്ചു എന്ന് വരും. എന്നാൽ നിങ്ങൾ മരണഭയം കാരണമായി വിരണ്ടോടുകയാണ്, പേടിച്ചോടുകയാണ്, യുദ്ധക്കളം വിട്ടോടുകയാണ് എങ്കിൽ അതുകൊണ്ടായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ട് എന്ന് നിങ്ങൾ കരുതേണ്ടതില്ല എന്നാണ് അള്ളാഹു ഇവിടെ ഈ ചാഞ്ചല്യം കാണിച്ച തരം ആളുകളെ വിശേഷിച്ച് അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുന്നത്. യഥാർത്ഥത്തിൽ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ജീവിത വീക്ഷണത്തിന്റെ ഒരു അകക്കാമ്പാണ്, ഒരു കാതലാണ് ഇവിടെ അള്ളാഹു ഈ ആയത്തുകളിലായിട്ട് പങ്കുവച്ചിട്ടുള്ളത്. അതിന്റെ കേന്ദ്ര ആശയം എന്ന് പറയുന്നത്, നമ്മള് ഒരു വളരെ ന്യായമായ സത്യാധിഷ്ഠിതമായ ഒരു കാര്യത്തിനു വേണ്ടിയുള്ള പ്രയത്നത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ മരണഭയം നമ്മളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ്. മരണഭയം പിന്തിരിപ്പിക്കുന്നത് യഥാർത്ഥത്തില്
വിശ്വാസപരമായ ദൗർബല്യം ഉള്ളത് കൊണ്ട് മാത്രമാണ്. അപ്പോ അത്തരത്തിലുള്ള നിലപാടുകളിലേക്ക് വരുന്നതും പ്രതിസന്ധികളിൽ അകപ്പെടും എന്ന് ഭയന്നുകൊണ്ട് ഭയം കാരണമായിട്ട് നീതിയോടൊപ്പം നിൽക്കാതിരിക്കുന്നതും സത്യത്തിനെ പിന്തുണക്കാതിരിക്കുന്നതും ഒക്കെ തന്നെ ഈ വക സ്വഭാവ ഗുണങ്ങളുടെ ഒരു പ്രകടനമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. യുദ്ധക്കളം മാത്രമല്ല, യുദ്ധം അതിന്റെ ഒരു ഏറ്റുമുട്ടൽ എന്നൊക്കെ പറയുന്നത് അതിന്റെ ഒരു വളരെ പ്ലെയിനായ ഒരു കൺഫ്രണ്ടേഷൻ, അതിന്റെ ഒരു വളരെ പ്രത്യക്ഷത്തിലുള്ള ഒരു തലമാണ്. പക്ഷെ അതിലേക്കൊക്കെ എത്തുന്നതിന്റെ കുറെ മുന്നേ തന്നെ പല വിഷയങ്ങളും ഉണ്ട്. സാമൂഹ്യ സാഹചര്യങ്ങളുടെ ഒക്കെ പ്രത്യേകതകള്, പലരും നിലപാടുകൾ സ്വീകരിക്കുന്നതില് നീതിയാണ്, സത്യമാണ്, ശരിയാണ്, ന്യായമാണ് എന്ന അടിസ്ഥാനത്തിലല്ല എന്നതാണ് ഏറ്റവും പ്രയാസകരമായിട്ട് നമുക്ക് അനുഭവപ്പെടുന്ന ഒരു കാര്യം. പല സാഹചര്യങ്ങളെയും നേരിടുമ്പോൾ ഓരോരുത്തരും തങ്ങളുടെ താല്പര്യം എന്ത് എന്നത് ഹിഡനായ നമ്മളുടെ മനസ്സിന്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള ചില അജണ്ടകളും താല്പര്യങ്ങളും ഒക്കെ ഉണ്ടാവും. ആ അജണ്ടകളുടെയും താല്പര്യങ്ങളുടെയും അടിസ്ഥാനത്തില് നയനിലപാടുകൾ രൂപീകരിക്കുക. സത്യത്തിനോടൊപ്പം നിൽക്കുക എന്നതോ നീതിക്ക് വേണ്ടി ശബ്ദിക്കുക എന്നതോ ന്യായത്തിനോടൊപ്പം നിൽക്കുക എന്നതോ ഒന്നുമല്ല. മറിച്ച് നമ്മളിപ്പോ എന്ത് നിലപാടെടുത്താലാണ് നമുക്ക് അനുകൂലമായിട്ട് കാര്യങ്ങൾ ഉണ്ടാവുക, നമ്മളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടല് എന്ത് നിലപാടെടുത്താലാണ് എന്നത് നോക്കിയിട്ട് നിലപാട് സ്വീകരിക്കുന്ന ആളുകള്, ഇതിപ്പോ ഇസ്ലാമിന് വെളിയിലുള്ള ആളുകളെ കുറിച്ച് നമ്മൾ പറയുന്നതിന് യാതൊരു അർത്ഥവുമില്ല. കാരണം അവര് ഈ വൃത്തത്തിൽ തന്നെ അല്ല. അതുകൊണ്ട് അവരുടെ കാര്യം നമുക്ക് വിട്ടേക്കാം. പക്ഷെ പരസ്യമായി വിശ്വാസം പ്രഖ്യാപിച്ച സമൂഹത്തിന്റെ അകത്തുള്ള ആളുകൾ ബഹുഭൂരിപക്ഷവും ഇങ്ങനെ താല്പര്യങ്ങളെ സംരക്ഷിക്കുക എന്ന ഒരു മനസ്ഥിതിയോടുകൂടിയാണ് നിലപാടുകൾ രൂപപ്പെടുത്തുന്നത് എന്നത് നമ്മളെ വളരെയേറെ ആശങ്കപ്പെടുത്തേണ്ട ഒരു വിഷയം തന്നെയാണ്. കാരണം അത് നേരിട്ട് ബാറ്റിൽ ഗ്രൗണ്ടിൽ ഇറങ്ങിയതിന് ശേഷമുള്ള സാഹചര്യത്തെ കുറിച്ച് മാത്രമല്ല അത്. എന്ത് വിഷയം ഉയർന്നു വരുമ്പോഴും അതില് സത്യത്തോടൊപ്പം, നീതിയോടൊപ്പം, ന്യായത്തോടൊപ്പം നിലകൊള്ളുക, മറിച്ച് താല്പര്യങ്ങളോടൊപ്പം സുരക്ഷിതമായ വഴി, നമ്മളുടെ താല്പര്യങ്ങൾക്ക് എന്തെങ്കിലും വിഘ്നം സംഭവിക്കാതിരിക്കുക, നമ്മൾ സുരക്ഷിതരാകുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മാത്രം പരിഗണിച്ചുകൊണ്ട് നിലപാട് സ്വീകരിക്കുക എന്ന് പറയുന്നത് ഇവിടെ പരാമർശിക്കപ്പെട്ടിട്ടുള്ള കപടവിശ്വാസികളുടെ വിഷയങ്ങളോ നിലപാടുകളോ തമ്മിൽ വലിയ വ്യത്യാസമൊന്നും കാണാൻ കഴിയില്ല. അത് ഇപ്പോ ഒന്ന് യുദ്ധ സാഹചര്യമാണ്, മറ്റത് സമാധാന കാലഘട്ടമാണ് എന്നതൊക്കെ ആയിരിക്കും ഉണ്ടാവുന്ന വ്യത്യാസം. എന്നാൽ നിലപാടുകളില് ഇത് വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. അപ്പൊ ഇതില് അള്ളാഹു ഇവിടെ വ്യക്തമാക്കുന്ന ഒരു കാര്യം, നിങ്ങൾ ആസൂത്രണം ചെയ്യുന്ന പോലെ, നിങ്ങളുടെ ആയുസിന്റെ ദൈർഘ്യം നിങ്ങൾ ആസൂത്രണം ചെയ്യുന്ന പോലെയാണ് എന്ന ഒരു ധാരണ നിങ്ങൾക്കുണ്ടെങ്കിൽ അത് വളരെ മൂഢമായ, ഫൂളിഷായ ഒരു ധാരണയാണ് എന്നതാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. ഇതാണല്ലോ പറയാൻ പറഞ്ഞിട്ടുള്ളത്. മരണത്തിൽ നിന്നോ വധിക്കപ്പെടുന്നതിൽ നിന്നോ രക്ഷപ്പെടാൻ ഉദ്ദേശിച്ചുകൊണ്ട് നിങ്ങൾ പിന്തിരിഞ്ഞ് ഓടുകയാണ് എങ്കിൽ ആ പിന്തിരിഞ്ഞ ഓട്ടം നിങ്ങൾക്ക് ഒരിക്കലും ഉപകരിക്കുകയില്ല. മറിച്ച് നിങ്ങൾ നിലപാടുകളുള്ള ആളുകളാണെങ്കിൽ അതാണ് നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുക. നിങ്ങൾ പോരാടാൻ, ധീരമായി ചെറുത്തു നിൽക്കാൻ, പ്രതിരോധിക്കാൻ ഒക്കെ സന്നദ്ധരായി നിലകൊള്ളുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ രണ്ട് സാധ്യതകളുണ്ട്. നിങ്ങൾ ഫിറാറാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അവിടെ ഒരൊറ്റ സാധ്യതയുള്ളൂ. അത് നിങ്ങളുടെ പ്രതീക്ഷാ നിർഭരമായിട്ട് നിങ്ങൾ കാണുന്ന നിങ്ങളുടെ ആക്ഷേപത്തിനെ അത് നശിപ്പിച്ചു കളയുന്നു എന്നത് മാത്രമാണ് അവിടെ അവശേഷിക്കുന്ന കാര്യം. അപ്പോൾ വളരെ ഗഹനമായിട്ട്, വളരെ ശ്രദ്ധാപൂർവം
സത്യവിശ്വാസികള് പഠിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യേണ്ട ഒരു വിഷയമാണിത്. കാപട്യമാണ്, നിഫാഖാണ് ഇസ്ലാമിക സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഏറെ ഭയപ്പെടേണ്ട ഒരു ഭീഷണി. അതിൽ നിന്ന് മുക്തി നേടുക എന്നത് വളരെ ഉദ്ദേശപൂർവം തന്നെ ഓരോരുത്തരും വളരെ ശ്രമകരമായി തന്നെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. മനസ്സിന്റെ തൂക്കം എപ്പോഴും ഒരു കംഫർട്ടുള്ള, സുഖമുള്ള, ഭീഷണി ഇല്ലാത്തൊരു ഭാഗത്തേക്ക് അങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുക എന്നുള്ളതായിരിക്കും. പക്ഷെ അത് സത്യമാവണമെന്നില്ല, നീതിയാവണമെന്നില്ല, ന്യായമാവണമെന്നില്ല. അപ്പോ നയരൂപീകരണ കാര്യങ്ങളിലൊക്കെ ഇടപഴകുന്ന പല ആളുകളും ഇസ്ലാമിക സമൂഹത്തിനകത്ത് പല സംഘടിത സംവിധാനങ്ങളിലും ഒക്കെ നിലപാടുകളും നയങ്ങളും ഒക്കെ രൂപീകരിക്കുന്ന തരത്തിലുള്ള പല റോളിലുള്ള ആളുകൾ വിശേഷിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ആയത്ത് അവര് ഒരിക്കലും മറക്കാൻ പാടില്ല. ലൻ യൻഫഅകുമുൽ ഫിറാറു ഇൻ ഫറർതും മിനൽ മൗതി അബിൽ ഖത്ൽ വഇദൻ ലാ തുമത്തഊന ഇല്ലാ ഖലീല. ഈ കാര്യം അവരൊരു കാരണവശാലും മറന്നുകൂടാ എന്നതാണ് നമുക്ക് ഈ ആയത്തുകൾ വായിക്കുമ്പോൾ നമ്മളെ ഇത് അവര് ആരുടെയും സ്പെസിഫൈ ചെയ്ത് പറയല്ല, നമ്മളുടെയൊക്കെ തന്നെ നിലപാടുകൾ രൂപപ്പെടുത്തപ്പെടുമ്പോൾ ഈ കാര്യം മറക്കാതിരിക്കുക എന്നത് വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് പ്രതിസന്ധികളെ നിരന്തരം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമുദായത്തിന് അങ്ങനെയുള്ള സാമൂഹ്യ രാഷ്ട്രീയ സാഹചര്യങ്ങൾ നിലനിൽക്കുമ്പോൾ ഇക്കാര്യങ്ങളിൽ സത്യസന്ധതയോടുകൂടി അള്ളാഹുവും അവന്റെ പ്രവാചകനും ഇഷ്ടപ്പെടുന്ന നിലപാടുകൾ സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാവേണ്ടി വരുന്ന സാഹചര്യങ്ങൾ, അങ്ങനെയുള്ള അവസരങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന് തയ്യാറാവാതിരിക്കുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ ഈമാനിനെ തന്നെ, നമ്മുടെ സത്യവിശ്വാസത്തെ തന്നെ തകർത്ത് കളയുന്ന ഒരു കാര്യമാണ് എന്നത് നമ്മൾ മറന്നുകൂടാ. ഇത് നമ്മുടെ വിശ്വാസത്തെ നേരിട്ട് ബാധിക്കുന്നുവെങ്കിൽ സ്വാഭാവികമായിട്ടും അതിന്റെ ആഖിബത്തായിട്ട് വന്നു ചേരാനിരിക്കുന്നത് നമ്മൾ ഏത് വിഭാഗത്തിൽ പെടുന്നു എന്നാണോ നമ്മൾ സങ്കല്പിക്കുന്നത്, നമ്മൾ അതിൽ നിന്ന് ആ വിഭാഗത്തിൽ നിന്ന് പുറത്തായി നമ്മൾ ഒരിക്കലും അകപ്പെടരുതെന്ന് ആഗ്രഹിക്കുന്ന വിഭാഗത്തിൽ നമ്മൾ പെട്ടുപോകും എന്നതാണ്. അപ്പോ ഇക്കാര്യത്തിൽ നല്ല കരുതല് കാണിക്കേണ്ടതുണ്ട്. ഇന്നത്തെ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. അള്ളാഹു സത്യവിശ്വാസത്തിന്റെ ഏറ്റവും നിർമ്മലമായ അനുഭവങ്ങളിലൂടെ കടന്നു പോകാനും വളരെ തെളിഞ്ഞ മനസ്സോടുകൂടി അള്ളാഹുവിനെ കണ്ടുമുട്ടാനുമുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകുമാറാവട്ടെ. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.